ഹായ് ഹലോ വെൽക്കം ടു ടി ടി അക്കാഡമി. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് LP-UP ഇൻ്റർവ്യൂ സീരീസ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിദ്യാഭ്യാസ കലണ്ടർ അടിസ്ഥാനമാക്കിയുള്ള പ്രധാന ദിനങ്ങളാണ്. ഈ ദിനങ്ങളെല്ലാം ഓർത്തു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനോടൊപ്പം തന്നെ ഒരു ദിനം നിങ്ങളോട് കോർഡിനേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആ ദിനത്തിൽ നിങ്ങൾ ഏതൊക്കെ പരിപാടികളായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുക എന്നൊരു ചോദ്യം വന്നാൽ ആ ചോദ്യത്തിനുള്ള മറുപടിയും നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായി ഓരോ ദിനവും ആ ദിനത്തെ പ്രത്യേകതകളും എന്തൊക്കെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ജൂൺ മാസം ഉള്ള പ്രധാന പരിപാടികളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം, ജൂൺ 12 ലോക ബാലവേല ദിനം, ബാലവേല വിരുദ്ധ ദിനം, ജൂൺ 14 ലോക രക്തദാന ദിനം, ജൂൺ 21 അന്തർദേശീയ യോഗാ ദിനം, ജൂൺ 23 ഒളിമ്പിക്സ് ദിനം, ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. അപ്പം ജൂൺ മാസത്തിലെ പ്രധാന ദിനങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമുക്ക് ജൂലൈ നോക്കാം. ജൂലൈ 1 വനമഹോത്സവ ദിനം, ജൂലൈ 11 ലോക ചാന്ദ്ര ദിനം, ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം, ജൂലൈ 21 ലോക ചാന്ദ്ര ദിനം, ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനം. അപ്പം ഈ ഇതില് പരിസ്ഥിതി ദിനം അല്ലെങ്കിൽ അന്തർദേശീയ യോഗാ ദിനം, ലഹരി വിരുദ്ധ ദിനം, ചാന്ദ്ര ദിനം ഇതൊക്കെ വളരെയധികം പ്രധാനപ്പെട്ട ദിനങ്ങളാണ്. ഈ ദിനങ്ങളെല്ലാം എല്ലാ സ്കൂളുകളിലും ആഘോഷിക്കാറുള്ള അല്ലെ ആചരിക്കാറുള്ള ദിനങ്ങളാണ്. അപ്പം ഈ ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ പരിപാടികളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? അതായത് ഇതിലെല്ലാത്തിലും തന്നെ നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റുന്നതാണ് ഒരു പോസ്റ്റർ രചന അല്ലെങ്കിൽ ചിത്രരചന പോലെയുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യം. അതുപോലെ തന്നെ ഒരു ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്ന കാര്യമൊക്കെ ജനറലായിട്ട് നമുക്ക് ഏത് ദിനത്തിൽ വേണമെങ്കിലും നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ യോഗാ ദിനമാണെങ്കിൽ നമുക്ക് എല്ലാവരും ഒരു വൈറ്റ് കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാൻ പറയാം. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിട്ടിട്ട് അങ്ങനെ ഒരു യോഗയുടെ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ നമുക്ക്, അല്ലെങ്കിൽ സ്റ്റെപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യാം. അല്ലെങ്കിൽ പുറത്തുനിന്നൊരു യോഗ മാസ്റ്ററെ കൊണ്ടുവന്ന് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ക്ലാസ് എടുപ്പിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ലോക ലഹരി വിരുദ്ധ ദിനത്തിന് നമുക്ക് ഈ പ്രാവശ്യം എല്ലാ സ്കൂളുകളിലും ചെയ്തപോലെ ഒരു പ്രതിജ്ഞ ചെല്ലുക, അല്ലെങ്കിൽ ലഹരി വിരുദ്ധ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് പ്ലക്കാർഡുകളും അല്ലെങ്കിൽ പോസ്റ്ററുകളും തയ്യാറാക്കുക, എന്നിട്ട് വേണമെങ്കിൽ ഒരു റാലി സംഘടിപ്പിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, സ്കൂളുകളിൽ ചെയ്യാൻ പറ്റുന്ന പരിപാടികളാണ്. അതുപോലെ ചാന്ദ്രദിനം വന്നു കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് സ്റ്റിൽ മോഡലുകളൊക്കെ ഉണ്ടാക്കി പ്രദർശിപ്പിക്കുക എന്നുള്ള മത്സരങ്ങളൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഓഗസ്റ്റ് മാസത്തിലെ പ്രധാന ദിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം, ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം, ഓഗസ്റ്റ് 12 ലോക യുവജന ദിനം, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം, ഓഗസ്റ്റ് 17 കർഷക ദിനം, ഓഗസ്റ്റ് 20 ദേശീയ സദ്ഭാവന ദിനം, ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. അപ്പം ഈ ദിനങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഓരോ ദിനത്തിലും എന്തൊക്കെ പരിപാടികളാണ് നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുന്നതെന്നും നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. അടുത്തത് സെപ്റ്റംബർ മാസം. സെപ്റ്റംബർ 5 അധ്യാപക ദിനം, സെപ്റ്റംബർ 8 ലോക സാക്ഷരതാ ദിനം, സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനം, സെപ്റ്റംബർ 21 ലോക സമാധാന ദിനം, സെപ്റ്റംബർ 26 ലോക ബദിര ദിനം, സെപ്റ്റംബർ 27 ലോക വിനോദസഞ്ചാര ദിനം, സെപ്റ്റംബർ 28 പ്രകൃതി സൗഹൃദ ദിനം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തെ പ്രധാനപ്പെട്ട ദിനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അടുത്ത പാർട്ടിൽ ബാക്കിയുള്ള മാസങ്ങളിലെ പ്രധാന ദിനങ്ങളുമായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയും പഠിച്ചു വെക്കുക. ഈ ഓരോ ദിവസങ്ങളിൽ നമുക്ക് എന്തൊക്കെ പരിപാടികൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അല്ലെങ്കിൽ ആലോചിച്ച് വേണമെങ്കിൽ ഒരു ഷോർട്ട് നോട്ടൊക്കെ പോലെ നിങ്ങൾക്ക് തയ്യാറാക്കി വെക്കാവുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.